ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭൂരിപക്ഷം തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള കെമിസ്ട്രി നന്നായതുകൊണ്ട് മാത്രമാണ്. മറ്റ് 6 നിയോജകമണ്ഡലങ്ങളിലും UDF പുറകിൽ പോയപ്പോഴും ഗുരുവായൂരിലുണ്ടായ നേട്ടം മുസ്ലിം ലീഗിന് കൂടെ അവകാശപ്പെട്ടതാണ്. അത് UDFിൻ്റെ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ഉണ്ടായിട്ടുണ്ട്. ജോസഫ് ടാജറ്റ് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് അവിടെ കൈപ്പത്തി അടയാളത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നുള്ളതാണ്. ആ ആവശ്യം അവരുടെ KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് പരിപൂർണമായി സജ്ജരായിരിക്കുന്നു ഗുരുവായൂരിൽ മത്സരിക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അതുകളുടെ തമാശയാണ്. ജോസഫ് ടാജറ്റിനെ പോലെയുള്ളൊരു മുതിർന്ന നേതാവ് അങ്ങനെ പറയാൻ പാടില്ലാത്ത. ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിലോ നടക്കാത്തൊരു ചർച്ചയെ DCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അനുചിതമാണ്. സ്വാഭാവികമാണ്. കാലങ്ങളായിട്ട് കോണിച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചേക്കാം. അത് തിരിച്ചു മറ്റു പലയിടത്തും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു കാരണവശാലും ഒരിക്കലുമില്ല. ഞാൻ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലില്ല. പാർട്ടി നിശ്ചയിക്കുന്ന ഒരാളായിരിക്കും സ്ഥാനാർത്ഥി. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം UDFിൽ സ്റ്റാർ വാല്യൂള്ള ഒരാളാണ്. അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കും. പക്ഷേ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീമാൻ K കരുണാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്. അത് മതേതരത്വത്തിൻ്റെ കേന്ദ്രമാണ്. മുസ്ലിം ലീഗാണ് മത്സരിക്കേണ്ടതെന്ന് ലീഡർ എപ്പോഴും പറയാറുണ്ട്. ആ വാക്ക് തന്നെയാണ് കോൺഗ്രസിൻ്റെ അകത്തുള്ളത്. സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഗുരുവായൂരിൽ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞു. മറ്റേതെങ്കിലും സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുമോ? നിലവിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നത്. ഞങ്ങളിപ്പോൾ വെച്ചിട്ടില്ല. ഇന്ന് വർക്കിംഗ് കമ്മിറ്റിയുണ്ട്. ഭാരവാഹികളുടെയും മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരും മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ലക്ഷ്യം. മണ്ഡലം ചാർജ് ഒരു കാരണവശാലും ഗുരുവായൂർ കോൺഗ്രസിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന് ഗുരുവായൂർ വേണമെന്നൊരാഗ്രഹമുണ്ട്. അവിടെ K മുരളീധരനെ മത്സരിപ്പിക്കാനൊക്കെ ഒരുക്കമുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം 24 പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിൽ അനുകൂലമായി തന്നെയാണ്, ആ തരത്തിലേക്ക് തന്നെ ഒരു പ്രതികരണം DCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഒരു കാരണവശാലും അത് നടക്കാൻ പോകുന്നതല്ല എന്ന് K കരുണാകരൻ്റെയൊക്കെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ലീഗിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് CH റഷീദ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.